എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വലിയ ചിലവൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറേച്ചേ എടുക്കുന്നുള്ളൂ. ദണ്ടേ ഒരു അര ഗ്ലാസ് റവ എടുത്തിട്ടുള്ളൂ. ഞാൻ അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ എടുക്കണമെങ്കിൽ തന്നെ 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. ഇപ്പം ഞാൻ കുറച്ച് മധുരത്തിലേ ഉണ്ടാക്കുന്നുള്ളൂ. അത് കാരണം മധുരം നമ്മളങ്ങനെ കഴിക്കാത്തത് കൊണ്ട് മധുരം നമുക്ക് വേണ്ടിയല്ലേ ഇപ്പോൾ കാണിക്കാൻ പറ്റും. കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മധുരം എടുത്തിട്ടുള്ളൂ. ഈ അര ഗ്ലാസ് ഇത്രയും തന്നെ പഞ്ചസാര എടുക്കണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് ഏലയ്ക്ക, പിന്നെ യെല്ലോ കളർ, ഫുഡ് കളർ യെല്ലോ. അപ്പോൾ റെഡ് എടുക്കാം, ഗ്രീൻ എടുക്കാം, ഏത് വേണമെങ്കിലും. വൈറ്റായിട്ട് വേണമെങ്കിൽ വൈറ്റായിട്ട് ഉണ്ടാക്കാം. അത് ഞാൻ ഇത്തിരി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നെയ്യ്, പിന്നെ 1.5 ഗ്ലാസ്, ഇപ്പോൾ അര ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഇപ്പോൾ 1 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം. ഇപ്പോൾ സാധനം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണില്ലേ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ കേസരിയാണ്. ഓക്കെ, നമുക്കിത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നേ. ഇതൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു. അതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടാം. കണ്ടില്ലേ, അതൊന്ന് വറുത്ത് കോരണം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയിട്ട് ആ നെയ്ക്കകത്ത് തന്നെ നമുക്ക് റവ വറുത്ത് കോരണം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും അത് വറുത്ത് കോരണം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങ വറുത്ത് കോരി ഇടാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാരണ കണക്ക് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു റവ കേസരിയാണേ. കണ്ടില്ലേ, അത് ഇനി കോരിയെടുക്കുക. ഇനി അതിനകത്ത് നമുക്ക് റവ ഇടാം. ഇനി ഇതും അങ്ങ് നല്ലോണം വറുക്കുക. ഇതിപ്പം വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നാലും കുറച്ചും കൂടി ഒന്ന് വറുക്കണം. ഒന്ന് ചെറിയതായിട്ടൊന്ന് ചുവന്നെടുക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിനകത്തും പറയുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കാതെ ലൈക്ക് ചെയ്യണം. കണ്ടില്ലേ, ഇനി നമുക്കതിനകത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ്, അര ഗ്ലാസ്. ഞാൻ ഇപ്പോൾ കുറച്ചതായതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് അലിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര ഇടണം. ഏലയ്ക്ക, വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ചേർക്കേണ്ട കളറ്. തീർന്നു. കണ്ടില്ലേ, റവ കേസരി. നിമിഷ നേരം കൊണ്ട് നമുക്ക് കേസരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും എളുപ്പം ചെയ്ത് നോക്കി കഴിച്ചോണം കേട്ടോ. ഓക്കേ, ഇപ്പോൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊരു ശകലം നെയ്യും കൂടെ ഒഴിക്കുക. തമിഴ്നാട്ടുകാരൊക്കെ ആണെങ്കിൽ നിറച്ച് നെയ്യങ്ങ് ഒഴിക്കും കേട്ടോ. നമുക്ക് അത്ര നെയ്യൊന്നും വേണ്ട. കൂടുതൽ നെയ്യായാലും കഴിക്കാൻ പാടാം. നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ റവ കേസരി ഇവിടെ റെഡിയാവാൻ. കണ്ടില്ലേ, ഇത് രസമുണ്ട്. കണ്ടില്ലേ, അടിപൊളി റവ. കരയിൽ വന്ന എളുപ്പം ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, പാത്രത്തിലോട്ടാക്കുക, എളുപ്പം കൊണ്ട് കൊടുക്കുക.
കണ്ടില്ലേ റവ കേസരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. റവ കേസരിയുടെ റെസിപ്പി ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.